ഹായ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ പിണ്ടി എടുത്തില്ലേ? പിണ്ടി അച്ചാറുണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ഇടേണ്ടത് ഇഞ്ചി കേട്ടോ. ഇഞ്ചിക്ക് നല്ല മൂപ്പുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കണത്, കാന്താരി മുളക്, ക്യാരറ്റ്. പിണ്ടിയും ക്യാരറ്റും മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ക്യാരറ്റ് ഇനി നുറുക്കി വെച്ചിരിക്കുന്ന പിണ്ടി. ഈ പിണ്ടി നുറുക്കുമ്പോൾ അതിനകത്ത് നൂല് കളയണം കേട്ടോ ഗൈസ്. നൂല് ഇങ്ങനെ പോലെയുള്ളതേ, അതല്ലെങ്കിൽ പിന്നെ കഴിക്കുമ്പോൾ നമുക്ക് നൂല് കടിക്കൂലേ. കുറച്ച് എണ്ണയാട്ടോ, നല്ലെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. നല്ലെണ്ണയിലാണ്. നല്ലെണ്ണ ഒഴിച്ചു. ഇത് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടേണ്ടത്, ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആവട്ടെ. ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഉപ്പിടണം. പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലിങ്ങനെ പിണ്ടി ഉള്ളപ്പോൾ അച്ചാറിട്ട് വെച്ചാൽ നല്ലതാണ്. ക്യാരറ്റ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായി പിണ്ടിയുടെ കൂടെ. കണ്ട നീളത്തിൽ കട്ട് ചെയ്ത് ചെറുതാവും. മൂത്ത് കഴിയുമ്പോൾ ചെറുതാവും. ഇവിടെ ഉണ്ടായിരുന്നത് തീർന്നു പോയി. അപ്പോൾ ഞാൻ ഓർത്ത് ഉണ്ടാക്കി വെക്കാം. ഇന്ന് പിണ്ടി ഏതായാലും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിക്കാതെ പിന്നെ ആരാ? കായം ഒന്ന് തരുമോ? കായം ഇനി ഉപ്പിടാൻ കഴിയും. ഉപ്പിപ്പോൾ ഇട്ടാൽ മൊരിയാൻ എളുപ്പമുണ്ട്. ഉപ്പൊക്കെ കുറച്ച് മതി കേട്ടോ. ഈ പിണ്ടിയൊക്കെ ആകുമ്പോൾ അത് വെള്ളം വറ്റുമ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ അങ്ങ് കുറയും അളവേ. ഇനി ഇതിലൊഴിക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ, ചൊറുക്കയാണ് കേട്ടോ, വിനാഗിരി അല്ല. നാടൻ ചൊറുക്ക. ഇവിടെ ഈ പച്ചക്കറി കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഈ കള്ളിൻ്റെ ഒരു സംസ്കരിച്ച രൂപമാണെന്നാണ് പറയുന്നത് ചൊറുക്ക. ഇത് നാടൻ ചൊറുക്കയാണ്. നമ്മളിതിവിടെയൊക്കെ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും. ഇതാണ് നമ്മൾ ഉപയോഗിക്കാറ്. വിനാഗിരി വാങ്ങാറില്ല. ഇത് മുരിഞ്ഞ് വന്നുണ്ട്. മുളക് പൊട്ടി തെറിക്കണുണ്ട് കേട്ടോ. കണ്ണിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണേ. ഇനി ജീവ സ്റ്റോക്കിൽ വന്നു അച്ചാറുണ്ടാക്കി കണ്ണിൽ വീണു പറയരുതായിരുന്നു. ഇതിൻ്റെ അത് കഴിഞ്ഞു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പത്ത് മിനിറ്റ് വേണ്ടി വരും അച്ചാർ മൊത്തമായിട്ട് ഉണ്ടാക്കാൻ. ഈ പിണ്ടിയുടെ ഒരു ഗോൾഡൻ നിറമാവും ഈ പിണ്ടിയും ക്യാരറ്റും ഒക്കെ. അപ്പോൾ ഈ വെളുത്തുള്ളി മൂക്കും ഇഞ്ചി മൂക്കും നമുക്ക് മണം വരും. ഒരു 3 ദിവസം കഴിഞ്ഞാട്ടോ ഉപയോഗിക്കാറാവുള്ളൂ. 3 ദിവസം കഴിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. എന്താ വെച്ചാൽ ഇതെല്ലാം ഒന്ന് പിടിക്കണമല്ലോ, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാവേ. ഇന്ന് വേണ്ട, 2 ദിവസം കഴിയുമ്പോൾ ഒരു 4 കാശ്മീരി മുളകും ഒരു 2 കരിവേപ്പിലയും കൂടെ വറുത്ത് ഇതിലിടാം കേട്ടോ. എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതെല്ലാം യോജിക്കുകയാണോ നോക്കാം. അപ്പോൾ ഒരു പിഞ്ച് പഞ്ചസാരയും ഇടണം, സ്വാദ് ക്രമീകരിക്കുക. ഇന്നിടണ്ട, 4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കണേ അന്ന് ഇട്ടാൽ മതി. അപ്പോൾ ആ മുളക് വറുത്തതിന് നല്ലൊരു റോളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് വയ്ക്കാം. ഇനി ഊണ് കഴിക്കാൻ നേരത്ത് കാണിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അവസാന ഭാഗം കാണിച്ചു തരാവേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ദീപാവലി. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. ഈ 10 മിനിറ്റ് വേണം ഇതാവാൻ, അതാണേ. ഇതിപ്പോൾ പാകം വന്നിട്ടുണ്ട്. പിണ്ടിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നിട്ടുണ്ട്. മുളക് പൊടി 2 സ്പൂൺ ഇട്ടു, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടു. പിന്നെ കാന്താരി മുളക് ഉള്ള കാരണം അതിന് എരിവുണ്ടല്ലോ. പിന്നെ എന്താ ചെയ്യുക, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ തിളച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, ഇതിൻ്റെ സ്വാദ് മാറിപ്പോകും. ഇത് ഇളം ചൂടുവെള്ളമാണ്. അല്ലെങ്കിൽ ഈ എല്ലാ അച്ചാറിനും സ്വാദ് മാറിപ്പോകും. ഇപ്പം ഇതെല്ലാം കൊഴുത്തൊരിതായില്ലേ. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് അല്പം വിനാഗിരി ഒഴിക്കുക. ഒരു 2 സ്പൂൺ വിനാഗിരി മതി കേട്ടോ. ഞാനൊരു കൈയളവിന് അങ്ങ് ഒഴിക്കണമെന്നുള്ളൂ.
ഓഫ് ചെയ്തേക്കുവാണേ. വിനാഗിരി ഒഴിച്ചു, ഒന്ന് ഇളക്കി അവിടെ ഇരിക്കട്ടെ. ഇനി ചൂടാറുമ്പോൾ അല്പം ആ കായപ്പൊടി പോരാന്ന് തോന്നുന്നു മണം കേട്ടിട്ട്. അപ്പോൾ ഇത്തിരി കായപ്പൊടിയും കൂടെ ഇട്ടു. ഇത്തിരിയും കൂടെ ഇട്ടു. ശരിക്കും പറഞ്ഞാൽ കായം വറുത്ത് പൊടിച്ചിട്ട് കട്ടയായിട്ടേ അത് വറുത്തിട്ട് പൊടിക്കണതാട്ടോ ഗ്രേസ് നല്ലത്. അതിവിടെ തീർന്നു പോയി, അതുകൊണ്ട് ഞാനിത് എടുത്തത്. സാമ്പാറുണ്ടാക്കിയപ്പോൾ എടുത്തപ്പോൾ തീർന്നു പോയി. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം എടുത്ത് വയ്ക്കുക. ഇത് വിനാഗിരിയുടെ മണം ഇച്ചിരിയും കൂടെ വേണം. വിനാഗിരി അല്ല, ചൊറുക്കാന്നാണ് അതിന് പറയണത്. ഉപ്പൊക്കെ ഇനി എടുക്കണ ദിവസം പഞ്ചസാര ഇടുമല്ലോ, അപ്പോൾ ശരിയാവും. അപ്പോൾ ഗൈസ് ഓക്കെ, ഇനി ഇത് ആറുമ്പോൾ ഞാനെടുത്ത് കുപ്പിയിലാക്കി 2 ദിവസം കഴിയുമ്പോൾ കാണിക്കാവേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ വീട്ടിലെ പിണ്ടിയൊക്കെ ഉള്ളപ്പോഴേ സോറി ഗൈസ്, ഒരു ചുമ